ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു അടിപൊളി കിഡില റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അതല്ല നമ്മുടെ വീട്ടിൽ വല്ല വിരുന്നുകാർ വരുമ്പോൾ കൊടുക്കാനായിട്ടോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റില്ല നല്ലൊരു യമനി റൊട്ടിയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഞാനിതപ്പോൾ ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ള ചോറാണ്. അപ്പോൾ മുഴുവനായിട്ട് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കൂടി പോരുത്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നത് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നു പോയതാണ്. അപ്പം നിങ്ങൾ ഉപ്പ് മറക്കാതെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളം പോരായി തോന്നുകയാണെങ്കിൽ നമ്മൾ ബാക്കി അരച്ച് വെച്ചിട്ടുള്ള ആ ചോറ് കൂടി വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇനിയും വെള്ളം നിങ്ങളെടുത്ത മൈദപ്പൊടിയിൽ വെള്ളം കുറവായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ച് കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കൈവച്ച് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ കുറവ് തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ ഇതുപോലെ നല്ല പോലെ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് ലൂസുള്ള മാവായിട്ടല്ല എടുക്കേണ്ടത്, കുറച്ചൊരു ടൈറ്റായിട്ടുള്ള മാവായിട്ട് നമ്മളിത് എടുക്കണം കേട്ടോ. ഞാനിതപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്ത ശേഷം ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. 1/2 മുതൽ 1 മണിക്കൂർ വരെയൊക്കെ വെച്ചാൽ നല്ലതാണ്. അരമണിക്കൂറിന് ശേഷം ഞാനിതപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതിനെ വീണ്ടും ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് നേരമൊന്നും കുഴക്കേണ്ട, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ബോൾസാക്കി എടുക്കണം. അപ്പോൾ ചപ്പാത്തിയുടെ മാവിനെക്കാട്ടിലും കുറച്ച് വലിപ്പമുള്ള മാവായിട്ട് ബോൾസാക്കി എടുക്കണം കേട്ടോ. മുഴുവനും ബോൾസാക്കി എടുത്ത ശേഷം പിന്നെ ഇതിന് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ മാവ് നമ്മൾ ഇങ്ങനെ ബോൾസാക്കി വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി വെക്കില്ലേ, അതുപോലെ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നുള്ളിലേക്ക് മാവ് ഇങ്ങനെ പ്രസ് ചെയ്താക്കി കൊടുത്ത് ഒന്ന് നല്ലപോലെ ബോൾസാക്കി വെക്കണം കേട്ടോ. അങ്ങനെ ബോൾസാക്കി വെച്ച ശേഷം നമുക്കിത് ഒന്ന് പരത്തിയെടുക്കുക. ഓരോ ബോൾസും ഇതുപോലെ എടുത്തിട്ട് നല്ലപോലെ തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണം കേട്ടോ. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ കേട്ടോ. ഞാനിതപ്പോൾ ഇത് മാവ് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലാക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് നല്ല ലെയറായിട്ട് ഇത് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ശേഷം ഇതിൻ്റെ 2 സൈഡ് ഭാഗം പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കുകയും വേണം. മൈദപ്പൊടി തൂവി കൊടുക്കൽ കഴിഞ്ഞ ശേഷം 2 സൈഡിൽ നിന്നും പിടിച്ചിട്ട് വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക. ഒരു ബോക്സിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് പരത്തി നല്ല നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ട് പരത്തിയെടുക്കുമ്പോഴാണ് ഇത് നല്ല നൈസായിട്ടുള്ള ലെയറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുക. ഞാനിതപ്പോൾ ഈ ഷേപ്പിലൊന്ന് നല്ല രീതിയിൽ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ തവ ചൂടായി വന്ന സമയത്ത് നമുക്കിത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് ആയി വന്ന സമയത്ത് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. ഈ റൊട്ടിയുടെ എല്ലാ വശത്തേക്കും ഫ്ലെയിം തട്ടുന്ന വിധത്തിൽ നമ്മൾ നീക്കി വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്രൗൺ കളർ അവിടെ ഇവിടെ ആയി വരുന്ന സമയത്ത് ഞാൻ വീണ്ടും കുറച്ച് ഓയിൽ അതിൻ്റെ മേലെ അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. ശേഷം ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡിലും കുറച്ച് ഓയിലാക്കി കൊടുക്കുക. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ യമനി റൊട്ടി കഴിക്കാനായിട്ട്. പൊറോട്ട ഒക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല ടേസ്റ്റാണ്, പൊറോട്ടേനെക്കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് പൊറോട്ടയൊക്കെ മേടിച്ച് കൊടുക്കുന്നതിനേക്കാട്ടിലൊക്കെ എത്ര നല്ലതാണ് നമ്മൾ വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നത്.
കണ്ടോ ഈ ഭാഗം നല്ലപോലെ ഒന്ന് കളറായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ, ചട്ടിയിൽ നിന്ന് എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചിക്കൻ കറിയുടെ കൂടെ, ബീഫ് കറിയുടെ കൂടെ, അതുപോലെ മുട്ടക്കറി, മുട്ടക്കുറുമ, ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ കറി ഇല്ലെങ്കിൽ പോലും നല്ല ചൂടോട് കൂടി ഒരു ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റാണ്. ഒരുപാട് ലെയേഴ്സൊക്കെ ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ ഞാനിത് ലെയറുകൾ കാണിച്ചു തരാം. ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള നല്ല ലെയേഴ്സായിട്ട് ഇതുപോലെ നമുക്ക് ഈ റൊട്ടി കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതിനെ കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഡിന്നറായിട്ടാണെങ്കിലും നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണെങ്കിലൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണേ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.